നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി പെർസെന്റേജ് പെട്ടെന്ന് അറിയാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു 5 ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഈ വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ഫോണിന്റെ വലിയൊരു ശതമാനം ചാർജും കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ മൊബൈലിന്റെ സ്ക്രീന് തന്നെയാണ്. അപ്പൊ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ ചെയ്യേണ്ടതായ ഒരു 5 സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഇൻക്രീസ് ആവുന്നതായിരിക്കും. അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ ബ്രൈറ്റ്നസ് തന്നെയാണ്. അതായത് നമ്മൾ ഓട്ടോ ബ്രൈറ്റ്നസ് ഇടുന്നതിലൂടെ പുറത്ത് ഒരുപാട് ലൈറ്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യും. ആ ഒരു സമയത്ത് നമ്മുടെ ഫോണിന് കൂടുതൽ ബാറ്ററി പെർസെന്റേജ് ഇറങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും ബ്രൈറ്റ്നസ് മാനുവലി മാത്രം കൺട്രോൾ ചെയ്യുക. നമുക്ക് വേണ്ട ബ്രൈറ്റ്നസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതല്ലാതെ ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് കുറയ്ക്കും. അപ്പൊ എപ്പോഴും മാനുവൽ ആയിട്ട് മാത്രം ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യും. അതിലൂടെ നിങ്ങളുടെ ബാറ്ററി പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ റൊട്ടേഷൻ എപ്പോഴും ഓൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന് കൂടുതൽ ചാർജ് കൺസ്യൂം ആവും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം സ്ക്രീൻ റൊട്ടേഷൻ ഓൺ ആക്കി വെക്കുക, അല്ലാത്ത സമയത്തൊക്കെ അത് ഓഫ് ചെയ്ത് വെക്കുക. അതിലൂടെ നിങ്ങളുടെ ബാറ്ററി പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീൻ ടൈം ഔട്ട്, അതായത് 15 സെക്കൻഡ് മുതൽ 30 മിനിറ്റ് വരെ നമ്മുടെ എല്ലാ ഫോണിലും സ്ക്രീൻ ടൈം ഔട്ട് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ 30 മിനിറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ എപ്പോഴും ഓൺ ആയിട്ടിരിക്കും. ആ എപ്പോഴും ഓൺ ആയിട്ടിരിക്കുന്നതിലൂടെ നമ്മുടെ ഫോണിന്റെ ബാറ്ററി പെർസെന്റേജ് പെട്ടെന്ന് കുറയും. അപ്പൊ ആ സ്ക്രീൻ ടൈം ഔട്ട് എപ്പോഴും ഒരു 30 സെക്കൻഡിൽ വെക്കാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങളുടെ ബാറ്ററി പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ഫോണിന്റെ വാൾപേപ്പർ. അപ്പൊ എപ്പോഴും ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ളതും ലൈവ് വാൾപേപ്പറുകളൊന്നും വെക്കാതിരിക്കുക. ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട് ഈ ലൈവ് ആയിട്ടുള്ള വാൾപേപ്പർ. അത് വെക്കുന്നതിലൂടെ നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് തന്നെ ഡൈനായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ഡാർക്ക് തീമിലുള്ള വാൾപേപ്പർ വെക്കാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങളുടെ ബാറ്ററി പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അടുത്ത നമ്മുടെ ഫൈനൽ പോയിന്റിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ ഫോണിലേക്ക് അപ്ഡേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ലൈഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഫോൺ അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക. എപ്പോഴും ഫോൺ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നതിലൂടെ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ എന്തായാലും ചെയ്ത് നോക്കുക. അതിലൂടെ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പൊ ഈ ഒരു 5 കാര്യം കൊണ്ട് മാത്രമാണോ ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഇതല്ലാതെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ പറയാനുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.